ഞങ്ങൾ ഈ ഒരു വഴി കണ്ടോ? ഈ ഒരു വഴി കാണുമ്പോൾ എല്ലാവരും പറയലുണ്ട് ഇനി നിങ്ങളെ വീട് ഒരു റിസോർട്ടിലേക്ക് പോകുന്ന വഴി പോലെ ഉണ്ട് കേട്ടോ എന്ന്. പക്ഷേ ഇതിനേക്കാളും അടിപൊളി കേട്ടോ പണ്ട് ഈ ഒരു വഴി കാണാൻ നമ്മളെ കോവക്കേൻ്റെ വള്ളിയും പിന്നെ നമ്മളെ ബോഗൺവില്ലല്ലേ അതൊക്കെ നല്ല പന്തല് പോലെയൊക്കെ ആക്കിയിട്ട് പപ്പ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടേനി കേട്ടോ. പക്ഷേ പുഴു വരാൻ തുടങ്ങിയേരെ പിന്നെ എല്ലാം വെട്ടിക്കളഞ്ഞ് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. പക്ഷെ ഇതിനേക്കാളും അടിപൊളി മറ്റേത് കാണാനേനിയെ. പിന്നെ ഇപ്പോഴായാലും പപ്പ ചെടികളൊക്കെ നല്ല നീറ്റാക്കി വെട്ടിക്കൊടുത്ത് സുന്ദര കുട്ടപ്പന്മാരാക്കി വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം ഒന്ന് പുല്ല് പറിച്ച് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച് ഇറങ്ങിയതാണേ. ഏറ്റവും നന്നായിട്ട് കൂടുതൽ പുല്ല് പറിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു സമ്മാനവും ഇല്ല. ഏറ്റവും കൂടുതൽ ആരാ പറിക്കാൻ നോക്കുക. എന്താ മനു ഓണത്തിന് സ്കൂളിൽ പോകുമ്പോടുന്ന് എന്താ വേറെ പാന്റ് ഇല്ല അവിടെ ഇടാൻ? മനു ആണ് ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ പോകുന്നത്. മനു ആണ് എനർജറ്റിക് ആയിട്ട് പുല്ല് പറിക്കുന്നത്. സാൻവി വെറും മൂക്കൂത്തി പോലെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. പഞ്ചസാര പഞ്ചസാര ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു നീലമയം കണ്ടോ? അതാണ് ഉണ്ണിമോളച്ചി. ഇതൊക്കെ മാങ്ങിഞ്ചിയാ. മാങ്ങിഞ്ചി മഞ്ഞളും. നമ്മളെ നാട്ടിൽ ഇതിന് മാങ്ങിഞ്ചി എന്നാ പറയാ. നിങ്ങളവിടെ ഇതിനെന്താ പറയാന്ന് പറയണേ. അത് തന്നെ ആയിരിക്കൂലേ? ഉണ്ണിമോളച്ചിക്ക് ഒരു കോരി ഗീവ് അവേ തരട്ടെ? അത് വിറ്റിട്ട് ഞാനിങ്ങനെ അലവല കുറെ സാധനങ്ങൾ വാങ്ങാണ്ട്, കുറച്ച് ചട്ടി വാങ്ങാണ്ട് അതൊക്കെ വാങ്ങും. അതൊക്കെ ഓണാകുമ്പോഴത്തേക്ക് സെറ്റ് ആക്കുള്ളൂ.